പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് GLP സ്കൂൾ പെരിന്തൽമണ്ണ വെസ്റ്റിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. പരമ്പരാഗത കലാരൂപമായ ഓട്ടൻതുള്ളലിന്റെ അകമ്പടിയോടെയാണ് നവാഗതരായ കുരുന്നുകളെ വിദ്യാലയം സ്വീകരിച്ചത്. വാർഡ് കൗൺസിലർ ശ്രീമതി സവിത സുധീഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ മുൻ സെക്രട്ടറി സുൽഫിക്കർ അലി ഖാന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം വാട്ടർ പ്യൂരിഫയർ വിദ്യാലയത്തിന് സമർപ്പിച്ചു. കുട്ടികൾക്കുള്ള യൂണിഫോമും പാഠപുസ്തകങ്ങളും വേദിയിൽ വെച്ച് വിതരണം ചെയ്തു. ഒരുമ റെസിഡൻസി വാർഡ് കൗൺസിലർ സബിത സ്കൂൾ എന്നിവരുടെ വകയായുള്ള പഠനോപകരണങ്ങളും പെരിന്തൽമണ്ണ LIC വിസ്മയ തിയേറ്റർ എന്നിവർ നൽകിയ ബാഗുകളും കുട്ടികൾ ഏറ്റുവാങ്ങി. പെരിന്തൽമണ്ണ നഗരസഭയുടെയും ഫർസാന, രജീഷ്, ലിയാഖത്ത് അലി ഖാൻ എന്നിവരുടെ വകയായി കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു. സ്കൂളിന്റെ ഈ വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഹെഡ് മാസ്റ്റർ മണികണ്ഠൻ P, കൗൺസിലർ ബിന്ദു മണികണ്ഠൻ, സുരയ്യ ഭാനു, മുൻ നഗരസഭാ ചെയർമാൻ C ദിവാകരൻ, മുൻ വാർഡ് കൗൺസിലർ MK ശ്രീധരൻ, TS രാമചന്ദ്രൻ എന്നിവരുൾപ്പെടെ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം വിഷ്ണു M ഗുപ്ത അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം ഓട്ടൻതുള്ളൽ അരങ്ങേറി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആസ്വാദികരമായ ഈ കലാവിരുന്നിന് ബിന്ദു ടീച്ചർ, C ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് അറ്റ് PMNA പെരിന്തൽമണ്ണ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പെരിന്തൽമണ്ണ വെസ്റ്റ് മണ്ടോണി സ്കൂളിന്റെ ഈ അധ്യയന വർഷം, പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവേശനോത്സവ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് പ്രവേശിക്കുന്ന എൻ്റെ എല്ലാ കുരുന്നു മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വാർഡ് കൗൺസിലർ സബിതയെ ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അമ്മമാരെ, അധ്യാപകരെ, കുട്ടികളെ എല്ലാവർക്കും പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം. പിന്നെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് വളരെയേറെ സന്തോഷം. മക്കളെ എന്താ ആഗ്രഹിക്കണോ അതിനെ സപ്പോർട്ട് ചെയ്ത് രക്ഷിതാക്കൾ ചെയ്യുക. എൻ്റെ മോൻ ഒരു ചെറിയൊരു വ്ളോഗറാണ്, അപ്പൊ അവന് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരു ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ മക്കൾക്കും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾക്കൊക്കെ നല്ലൊരു അധ്യയന വർഷം കൂടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് ഭയങ്കര വിഷമമുള്ള ഒരു കാലഘട്ടമാണ്. പുതിയ കുട്ടികളെ മണ്ടോണി സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് നന്നായി സഹകരിക്കാൻ നാട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് കഴിയുന്നു. സ്കൂളിൽ എല്ലാ ഫെസിലിറ്റിയും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുട്ടികൾ പറയുന്നത് സ്കൂളിനെ ബാധിക്കില്ല. നല്ല പഠന സൗകര്യങ്ങളെല്ലാം നൽകുന്ന സ്കൂളാക്കി കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുരുന്നുകൾ, കുട്ടികൾ എല്ലാവരും ഉഷാറല്ലേ? പുതിയ ക്ലാസ്സാണോ, പുതിയ ടീച്ചേഴ്സാണോ, പുതിയ കളിപ്പാട്ടങ്ങളുണ്ട്? എല്ലാവരും കൈയടിച്ച് ഉഷാറാവട്ടെ. അങ്ങനത്തെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾ, നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക്
എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഈ സ്കൂളിൽ അല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക സന്തോഷവും നിങ്ങളെ എല്ലാം കാണുമ്പോൾ പ്രത്യേക സന്തോഷവും ഒരു ചാരിതാർത്ഥ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞറിയിക്കുകയാണ്. ഞാൻ ഈ വിദ്യാലയത്തില് 6 വർഷം മുമ്പ് ഇവിടുന്ന് പിരിഞ്ഞുപോയ അധ്യാപകനാണെങ്കിൽ ഇപ്പോഴും ഈ വിദ്യാലയത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുന്നേ ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങി അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്ന ഒരു സ്കൂളായിരുന്നു മണ്ടോടി സ്കൂൾ. അതിനെ ഈ രീതിയിലേക്ക് മാറ്റിയതിനും ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെയധികം പങ്കുണ്ട്. അതിനെ സ്മരിക്കുകയാണ്. ഞാനും അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചതും ഒരു സാധാ സ്കൂളിൽ തന്നെയാണ്, ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ്. ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. നാളെയുടെ നല്ല വരദാനങ്ങളായിട്ട് ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുകയൊക്കെ. അതുപോലെ നമ്മുടെ മക്കൾക്ക് പിന്നെ പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ ടീച്ചർമാർ പറഞ്ഞു തരുന്ന വാക്കുകൾ, അതുപോലെ തന്നെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നല്ല മക്കളായിട്ട് വളരുന്നതിനൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ വീട്ടിലും അവരൊക്കെ നല്ല പോലെ മക്കളെ ശ്രദ്ധിച്ച് വേണം നോക്കാനൊക്കെ. അപ്പൊ എന്തായാലും സ്കൂളിന്റെ ഈ കുട്ടികളുടെ ആരോഗ്യം, പ്രത്യേകിച്ചും കുടിവെള്ളം ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധമായ രീതിയിൽ കിട്ടാനുള്ളത് വരുന്ന തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്യൂരിഫയർ കിട്ടിയതിന് വളരെയധികം നന്ദിയും കടപ്പാടുണ്ട്. എൻ്റെ അനിയന്റെ സ്മരണയ്ക്ക് ഒരു തലവുണ്ട്. പെരിന്തൽമണ്ണ ഉപജില്ലയില് നമ്മുടെ പെരിന്തൽമണ്ണ GLP സ്കൂൾ വെസ്റ്റിൽ മാത്രമാണ് ഇത്തരം ഒരു ആശയം അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടക്കുന്നത് എന്ന് വളരെ അഭിമാനപൂർവ്വം ഇവിടെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ്. അതിനുവേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് കലാമണ്ഡലം വിഷ്ണു M ഗുപ്തയാണ്. യുവ ഓട്ടംതുള്ളൽ കലാകാരൻ, പാലക്കാട് ജില്ലയിലെ കൃഷ്ണപുരത്താണ് സ്വദേശം. 2007 മുതൽ കലാമണ്ഡലത്തിൽ ചേർന്ന് തുള്ളൽ പഠനം ആരംഭിച്ചിട്ടുണ്ട്. 2012-13 വർഷത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ വിജയിയായിട്ടുണ്ട്. 2018 വ്യക്തിമുദ്ര പുരസ്കാരം, 2020 കേരള സർക്കാർ വജ്ര ജൂബിലി ഫെലോഷിപ്പ്, 2022 കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ്, അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു കലാകാരനാണ്. ഒട്ടേറെ കൃതികളും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ 2022-23 വർഷത്തിൽ പാലാഴി മകരത്തെ ആസ്പദമാക്കി മോഹിനി യാനം എന്ന കഥ എഴുതി അവതരിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളലിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് തുള്ളൽ രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ശിക്ഷനാണ് ഇന്നിവിടെ നമുക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം എന്ന കഥ അവതരിപ്പിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് CP ചന്ദ്രിക. എത്ര കാലമായിട്ട് ഇവിടെ? ഞാനിപ്പോ ഇവിടെ 40 കൊല്ലം കഴിഞ്ഞു എന്നാണ് എന്റെ ഓർമ്മയിൽ. 84 വന്നത്, 85 നിങ്ങട്ടുള്ള സീനിയോറിറ്റി കൂടെ ഉണ്ട്. അതായത് പഴയ മണ്ടോടി സ്കൂള്. അതിൽ കൂടുതൽ ഞാൻ പഠിച്ച ഒരു വിദ്യാലയം കൂടിയാണ്. അപ്പോ 1928 മണ്ടോടി സ്കൂളായിട്ട്, അതായത് മൺട്രോ ടീച്ചറെ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത്. വളരെ പാരമ്പര്യമുള്ള സ്ഥാപനം. പിന്നെ ഇപ്പോൾ 2010 പുതിയ ബിൽഡിംഗ് ഒക്കെ എടുത്ത് വളരെ നന്നായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ പുതുതായിട്ട് സ്കൂളിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അത് പ്രത്യേകമായിട്ട് ആശംസ അറിയിക്കുകയാണ്. വിദ്യാലയം പുതിയതായിട്ട് ഉള്ള സ്ഥലത്ത് 2010 സ്ഥാപിച്ചത്. അതിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രൻ മാഷ എന്ന് പറഞ്ഞ എൻ്റെ അയൽവാസിയാണ്. ഞാൻ ഈ വിദ്യാലയത്തിൽ ഒരു 10-12 വർഷം വർക്ക് ചെയ്ത ആളാണ്. 18 റിട്ടയർ ചെയ്തത്. ഈ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഈ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി ക്ലാസ് റൂം ഡിജിറ്റലൈസ് ചെയ്യുക എന്നൊരു സംരംഭം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സ്കൂളിൽ കുട്ടികളുടെ എണ്ണത്തിലുള്ള വർധനവ് കാരണമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും, നല്ല രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്കൊക്കെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രവേശനോത്സവം ഈ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ
കുട്ടികളിൽ പേടിയില്ലാതെ, നമ്മൾ ചെറുപ്പകാലത്തൊക്കെ സ്കൂളിലേക്ക് വരാന്ന് പറഞ്ഞൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് പേടിയില്ലാതെ കുട്ടികൾ കളിച്ച് രസിച്ച് സ്കൂളിലേക്ക് എത്തി കുട്ടികളെ നല്ലൊരു ഭാവിയിൽ നല്ലൊരു പൗരനായിട്ട് വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളും തുറക്കുന്ന മധ്യവേനൽ അവധിക്ക് ശേഷം തുറക്കുന്ന ദിവസമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉത്സവ ദിനമാണ്. എല്ലാ കുട്ടികൾക്കും നവവത്സര ആശംസകൾ, പുതിയ അധ്യയന വർഷത്തെ ആശംസകൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് LP സ്കൂൾ വെസ്റ്റിന്റെ പ്രവേശനോദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണക്കാരായ കുട്ടികൾക്ക് നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്കൂളാണ്. പക്ഷെ ഈ സ്കൂളിലേക്കുള്ള കുട്ടികൾ കുറവാണ്. കുട്ടികളെ എത്തിക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ടിയുള്ള പിടിവലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളാണ്. നല്ല അധ്യാപകരുണ്ട്, എല്ലാവിധ വിദ്യാഭ്യാസ ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. പക്ഷെ ആളുകൾക്കത് മനസ്സിലായിട്ടില്ല. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഉയർന്ന നിലയിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട് ഭാവിയിൽ. അപ്പം മികച്ചൊരു സ്കൂളാണ്. ഈ പ്രവേശനോദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂല്യബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ പൊതുവിദ്യാലയത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ മതനിരപേക്ഷ മൂല്യങ്ങളുടെ ഈറ്റില്ലം കൂടിയാണ് പൊതുവിദ്യാലയങ്ങൾ. 2026-27 അഡ്മിഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന് സ്കൂൾ തുറക്കുകയാണ്. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. മാത്രമല്ല, ഈ ഒരുമ സൊസൈറ്റിയിലെ മാക്സിമം കുട്ടികളെ ഇവിടെ എൻറോൾ ചെയ്യിക്കാനും കൂടി എല്ലാ പാരന്റ്സിനെയും കൂടെ ഒന്ന് അഡ്വൈസ് ചെയ്യാണ്. താങ്ക് യു. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയ അഡ്മിഷൻ തരുന്ന മുതിർന്ന വിദ്യാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം. ഈ മണ്ടോടി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇതിന്റെ പഴയ സ്കൂൾ നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളായിരുന്നു. ഇപ്പൊ അത് പുതിയ അധ്യയന വർഷത്തില് പ്രവേശനോത്സവത്തിന് വന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏകദേശം 2.5 ലക്ഷം കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ തന്നെ എത്തുന്നത് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ മൊത്തം 10-15 ലക്ഷത്തോളം കുട്ടികളുണ്ട്. ഇത്രയും പേരുടെ ഈ പ്രവേശനം, ഈ ഉത്സവം, ഇത് ആഘോഷമായി മാറ്റിയ അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ സ്കൂളിൻ്റെ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഉള്ളവരെ, ഇന്ന് ഇവിടെ പ്രവേശനോത്സവം നടത്തുന്ന പെരിന്തൽമണ്ണയിലെ മണ്ടോടി സ്കൂളിന് LIC പെരിന്തൽമണ്ണ ബ്രാഞ്ചിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഈ അക്ഷരമുറ്റത്ത് തത്തിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്.